നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് നമ്മുടെ ടീച്ചർ ചില കാര്യങ്ങൾ പഠിച്ചിട്ട് വരാൻ വേണ്ടി നിർദ്ദേശം നൽകും. അതുപോലെ തന്നെ ചില ഹോംവർക്കുകൾ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് വരാനുള്ള ചില അസൈൻമെൻറ്റുകൾ നമുക്ക് തരും. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ട് ടീച്ചറിന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിലാണെങ്കിൽ നമുക്ക് നമ്മുടെ മാനേജറോ നമ്മുടെ ബോസോ കൃത്യമായിട്ട് നമുക്ക് വർക്ക് അസൈൻ ചെയ്ത് തന്നിട്ടുണ്ടാവും. അത് നമ്മൾ എല്ലാ ദിവസവും കൃത്യമായിട്ടത് ഡെയിലി നമ്മൾ ചെയ്തിട്ടേ നമ്മൾ പോകാറുള്ളൂ ഓഫീസിൽ നിന്ന്. അതല്ലെങ്കിൽ നമുക്കൊരു വീക്കിലി ടാസ്ക് ആണെങ്കിൽ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു വ്യക്തിയുണ്ട് അവിടെ. അത് സ്കൂൾ ടീച്ചറാണെങ്കിൽ ഓഫീസിൽ മാനേജറോ ബോസോ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ടാസ്ക് അസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ആ ടാസ്കിന് കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ നമ്മൾ എടുത്തേ പറ്റുള്ളൂ. അത് നമ്മൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. നമ്മളിൽ പലരും നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഈ ആഗ്രഹങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഡെഡ് ലൈൻ ഇല്ല. ആ ഡെഡ് ലൈൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതിന് കൃത്യമായിട്ടുള്ളൊരു ആക്ഷൻ പ്ലാൻ ഇല്ല. ഇവിടെയാണ് ലൈഫിൽ വിജയിച്ചിട്ടുള്ള ആളുകളുടെ ഒരു പ്രത്യേകത. അവർക്ക് കൃത്യമായിട്ടൊരു ഡെഡ് ലൈൻ ഉണ്ട്. ആ ഡെഡ് ലൈനിലേക്ക് എത്താൻ വേണ്ടി ഒരു കൃത്യമായിട്ടൊരു ടൈം ഉണ്ടാവും. ഒരു 2 മാസമോ 3 മാസമോ അതിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള ഒരു കൃത്യമായിട്ടൊരു ആക്ഷനും ഉണ്ടാവും. എല്ലാ ദിവസവും കൃത്യമായിട്ടൊരു ആക്ഷൻ എടുത്ത് പോവുകയും ചെയ്യും. നമ്മൾ ഒരു ദിവസം എടുക്കും, 2 ദിവസം എടുക്കും, 3-ാമത്തെ ദിവസം അത് സൈഡാക്കി വെക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് എത്താൻ വേണ്ടി കൃത്യമായിട്ടൊരു പ്രവർത്തനം വേണം. ആ പ്രവർത്തനം എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് അത് മീറ്റ് ചെയ്യാൻ പറ്റും.